അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1393. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ, സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നമാ ജുഇലൽ ഇസ്തിഅ്ദാനു, നിശ്ചയമായും സമ്മതം ചോദിക്കലിന് ആക്കപ്പെട്ടു, മിൻ അജലിൽ ബസരി, കണ്ണിന്റെ കാരണത്താൽ, കാഴ്ചയുടെ കാരണത്താൽ. അഥവാ ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ, അതല്ലെങ്കിൽ അടക്കപ്പെട്ട റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിച്ചതിന് ശേഷമേ അകത്ത് കിടക്കാവൂ. കാരണം കാണാൻ പറ്റാത്ത പലതും കാണാൻ സാധ്യതയുണ്ട്. ഹറാമായ പലതും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് സമ്മതം ചോദിച്ചിട്ടേ ഒരു വീട്ടിലേക്ക് കിടക്കാവൂ. എത്ര ബന്ധമുള്ള, അടുത്തു പരിചയമുള്ള, അടുത്ത കുടുംബമുള്ള ഏത് വീടായാലും ഏത് റൂമിലേക്കാണെങ്കിലും നാം സമ്മതം ചോദിക്കണം. കാരണം വീടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തലമറച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഔറത്തിൻ്റെ പല ഭാഗങ്ങളും വെളിവായിട്ടുണ്ടായേക്കാം. അതുകൊണ്ട് സമ്മതമില്ലാതെ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിൽ ഹറാമ് അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു നിങ്ങൾ പറയുന്നു, സമ്മതം ചോദിച്ചേ കിടക്കാവൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ റൂമിലിരിക്കുമ്പോൾ ഒരു സ്വഹാബി നബി തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി ചെറിയ ദ്വാരത്തിലൂടെ അകത്ത് നോക്കി. നബി തങ്ങൾ പറഞ്ഞു, ഞാനെങ്ങാനും നിങ്ങൾ മനഃപൂർവ്വമാണ് നോക്കിയെന്ന് അറിയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നബി തങ്ങൾ മുടിങ്ങനെ ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്, കയ്യിലുള്ള വസ്തു കൊണ്ട് ഞാൻ നിങ്ങളുടെ കണ്ണിന് കുത്തുമായിരുന്നു. അത്രയും ഗൗരവത്തോടുകൂടെ നബി തങ്ങൾ പറഞ്ഞത്. അത്രയും വലിയൊരു ഗൗരവമുള്ള തെറ്റാണ് ഒരു അടക്കപ്പെട്ട റൂമിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ സമ്മതമില്ലാതെ കയറിച്ചില്ല എന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് സമ്മതം ചോദിക്കണം, സലാം പറയണം. 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും മടക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരാന്നല്ലാതെ തട്ടിക്കയറാൻ പാടില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇതൊക്കെ നാം ശ്രദ്ധിക്കണം. ഈ ഹദീസിലൂടെ വലിയ പാഠങ്ങളാണ് നമുക്ക് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സമ്മതമില്ലാതെ വീട്ടിലേക്കോ റൂമിലേക്കോ, സ്വന്തം ബാപ്പയുടെ ആയാലും മകൻ്റെതായാലും മകളുടേതായാലും ഒക്കെ സമ്മതം ചോദിച്ചുകൊണ്ടായിരിക്കണം റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതെല്ലാം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.